സഗുരുവേശ്വരൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തദ്ദേശീയരും ആശ്രമ ഭക്തന്മാരുമായിട്ടുള്ള വ്യക്തികളെ എൻ്റെ സാദര പ്രണാമം. നമുക്കറിയാം, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ നേരിടുവാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം അറിഞ്ഞു നൽകുന്ന ഉത്തരമാണ് അമ്മ. ആ വാക്കിന് ഒരുപാട് കനമുണ്ട്, തൂക്കമുണ്ട്. ജീവിതത്തിൽ അമ്മ ഇല്ലാതാകുന്ന നിമിഷമാണ് നമുക്കെല്ലാവർക്കും വയസ്സാകാൻ തുടങ്ങുന്നത് എന്ന് പറയാറുണ്ട്. 1-ാം മാസത്തിൽ ഛർദിയും, 2-ാം മാസത്തിൽ സന്തോഷവും, 3-ാം മാസത്തിൽ മയക്കവും, 4-ാം മാസത്തിൽ നെഞ്ചിരിച്ചിലും, 5-ാം മാസത്തിൽ വയറുവേദനയും, 6-ാം മാസത്തിൽ ഉത്കണ്ഠയും, 7-ാം മാസത്തിൽ അനക്കങ്ങൾ ശ്രദ്ധിക്കുന്നതും, 8-ാം മാസത്തിൽ ആലസ്യവും, 9-ാം മാസം ഭയവും, 10-ാം മാസം പുനർജനിച്ചുകൊണ്ട് തൻ്റെ ജീവന്റെ ഒരു പകുതിയെ തന്നെ ഈ ഭൂമിയിലേക്ക് വിടുന്ന അമ്മ. ലോകത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ ഒരുപാട് അമ്മമാരെ നമ്മൾ കാണുന്നു. യേശുവിൻ്റെ അമ്മ, ശങ്കരാചാര്യരുടെ അമ്മ, ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്മ. കഴിഞ്ഞ ദിവസം ഞാൻ ശാന്തിഗിരിയിലെ സന്യാസ ദീക്ഷാ വാർഷികത്തിന് പ്രധാനമായും സംസാരിച്ചത് ഗുരുവിൻ്റെ അമ്മയെക്കുറിച്ച്. ആ അമ്മയുടെ പേരും കാർത്തിയായനി എന്നായിരുന്നു. ഗുരു ജനിച്ച സമയത്ത് 1 വർഷമായപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നെ ആ മകനെ വളർത്തുവാൻ വേണ്ടി കയറു വിരിച്ചും തൊള്ളുതല്ലിയും ഓലമെടഞ്ഞു ഒക്കെ ജീവിച്ച ഒരമ്മ. പിൽക്കാലത്ത് അമ്മ മരിക്കുന്നതിൻ്റെ അന്നാണ് ഗുരു ആ വീട്ടിലേക്ക്, ചന്ദ്രൂരിലേക്ക് ചെന്നത്. താൻ വീട്ടിൽ നിന്നും മടങ്ങുന്ന സമയത്ത്, ആത്മീയ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ആ മകൻ അമ്മയ്ക്ക് നൽകിയൊരു വാക്കുണ്ടായിരുന്നു. എന്നാണോ അമ്മ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് ഞാൻ വരും. ആ വാക്ക് പാലിക്കുവാനായിട്ടാണ് മരിക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു നിയോഗം പോലെ ആ വീട്ടിലെത്തി തൻ്റെ കൈകളിൽ നിന്നും തീർത്ഥജലം ആ ചുണ്ടിൽ ഇറ്റിച്ച് ആ നെറുകയിൽ കൈവച്ചപ്പോൾ ആ കുഴിഞ്ഞുപോയ കണ്ണുകളിൽ നിന്നും അടർന്ന ഒരു തീർത്ഥജലം ഗുരുവിൻ്റെ കൈകളെ നനയിച്ചു. അമ്മ എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ബന്ധമാണ്. അത് സന്യാസിക്കായാലും ഗൃഹസ്ഥനായാലും ആർക്കായാലും അത് നമ്മളാക്കുന്ന വലിയ തണലാണ്. ഇവിടെ ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് ചൈതന്യസ്വാമിയുടെ മാത്രം അമ്മ ആണെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയില്ല. കാണുന്ന ആളുകൾക്കെല്ലാവർക്കും ഒരമ്മ എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ സാധിക്കുന്ന അതീവമായ ഒരു മാതൃത്വത്തിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമായി എന്നെയൊക്കെ ജീവിതത്തിൽ പ്രചോദിപ്പിച്ച മഹതിയായ ഒരു സ്ത്രീ. ആ ഓർമ്മകളാണ് എൻ്റെയൊക്കെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശമെന്ന് പറയുന്നത് കൃഷിപ്പണിക്കാരുടെയും പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെയും അധ്വാനിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ വിയർപ്പൊഴുക്കുന്ന ആളുകളുടെ കൂട്ടമായ ഒരിടമാണ്. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ ഇത്ര സ്വാധീനിച്ച ഒരു സ്ഥലം കടക്കരപ്പള്ളി എന്നതിനപ്പുറം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുടിയാന്മാരായ
ആളുകളെ ഇടതടവില്ലാതെ നിർദ്ദയം മുക്കാലിൽ കെട്ടിയിട്ട് തല്ലിയ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. പറമ്പിൽ പണിയുന്ന ആളുകൾ മതിയായ കൂലി ചോദിച്ചാൽ അവരെ ഹീനമായി മർദ്ദിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് കടലിൻ്റെ കരയിൽ പള്ളിയായി മാറിയ ഈ പ്രദേശത്തിൻ്റെ ചരിത്രം. അത് പിന്നീട് അവകാശ പോരാട്ടങ്ങളുടെ 100,000 രണാങ്കണങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ വിപ്ലവ ഭൂമിയായി കാലഘട്ടത്തിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അനശ്വരമായി അടയാളപ്പെടുത്തുന്നു. ഞാൻ പിറന്ന മണ്ണ് കൂടിയാണ് ഇവിടം. ആ കാലം മുതൽ എന്നും കാണുന്ന ചില മുഖങ്ങളുണ്ട്. അതിൽ ഒരാളായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പെണ്ണ് എന്ന കാർത്തിയായിനി. 1960 കാലഘട്ടത്തിലാണ് എൻ്റെ പിതാവ് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ആ സ്ഥലം വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടുന്ന് പടിഞ്ഞാറ് വശത്ത് ആയിരുന്നു. ഇവിടെ അച്യുതപ്പൈ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഇവിടെ ഇരിക്കുന്ന രാജീവിൻ്റെ അച്ഛൻ മാണിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്പെൻസറിയുടെ അടുത്താണ് അച്ഛൻ്റെ കുടുംബം. അച്ഛൻ്റെ പിതാവ് ചെങ്ങളത്ത് പരമേശ്വരൻ നായർ കട്ടികാട്ട് ശിവരാമപ്പണിക്കർ എന്ന മാടമ്പിയുടെ കാര്യസ്ഥനായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയും പിന്നെ ഇവിടെ വന്ന് സ്ഥലം വാങ്ങുകയും അമ്മയെ വിവാഹം കഴിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അച്ഛൻ മാസത്തിൽ 1-2 തവണ മാത്രം വീട്ടിലേക്ക് വരുന്നു. ഞാനും എൻ്റെ ബ്രദർ, അദ്ദേഹം ഇവിടെയുണ്ട്, എൻ്റെ സിസ്റ്റർ അവരിവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ പിറന്നു വീണത് ഒരുപക്ഷെ ഇവരുടെയൊക്കെ കൈകളിലേക്കായിരുന്നു. ഞാൻ വള്ളിച്ചിറ കുമാരൻ എന്ന സ്വാമിയുടെ പിതാവിനെ സ്നേഹത്തോടെ ആവനാവനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് പിന്നീട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത്ര സ്നേഹത്തോടെയാണ് ഇവരൊക്കെ നമ്മളെ വളർത്തിയത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായ പരിണാമം വളരെ വലുതാണ്. ഈ വീട്ടിലെ കുമാരൻ കാർത്തിയായനി ദമ്പതികൾക്ക് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്താൾ ശോഭ, അവരുടെ അനുജനാണ് പുഷ്കരൻ, പിന്നെ വിജയമ്മ, പിന്നെ മുരളി. ആദ്യകാലങ്ങളിൽ മക്കളെ വളർത്തുവാൻ ഇവർക്കുണ്ടായ കഷ്ടപ്പാട് ചെറുതല്ല. പക്ഷേ മക്കളെ നല്ലപോലെ വളർത്തണം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെ പാവപ്പെട്ടവരായ ഇവർ ശഠിച്ചു ജീവിച്ചു. കുമാരൻ എന്ന ഞാൻ വിളിക്കുന്ന ആവൻ, അദ്ദേഹം ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള വീടുകളിലെല്ലാം തടമെടുത്താണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ രാത്രിയിലാണ് വന്നത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രദേശത്തേക്ക് വരുന്നത്. എൻ്റെയൊക്കെ മനസ്സിൽ ഗൃഹാതുര സ്മരണകളിലെന്നും വെളിച്ചമായി നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. കാട് പിടിച്ച് വളരെ പ്രാകൃതമായി ഒറ്റപ്പുന്നയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഇവിടെയൊക്കെ വരുന്ന സമയത്ത് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ പണ്ട് ഈ പ്രദേശം ഇങ്ങനെയായിരുന്നില്ല. ഇവിടെ ജീവിച്ച തൂമ്പാപ്പണിക്കാരായ ആളുകൾ, അവർ ഈ പ്രദേശത്തെ നട്ടു നനച്ച് ഈ പ്രദേശത്തെ വൃത്തിയാക്കി എന്നും കൂനകൾ കൂട്ടി. ഓണത്തിനുള്ള കൂനകൾക്കിടയിലൂടെ അത് ചവിട്ടിത്തെറിപ്പിച്ചാണ് എൻ്റെയൊക്കെ ബാല്യമൊക്കെ പുഷ്കലമായത്. എത്ര മനോഹരമായ നാടായിരുന്നു. ഈ അടുത്ത പറമ്പിൽ ഓണത്തിന് പൂജവെപ്പ് നടത്തിയ പാടമാണ്. അതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ ഈ കുടുംബത്തിലെയും ഇതിന് പടിഞ്ഞാറുള്ള അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളുടെയും ഈ പ്രദേശത്തെയൊക്കെ തൊഴിലാളികളുടെ അവരുടെ ഉത്സവമായിരുന്നു ഓണം. പക്ഷേ ഇന്ന് ഒന്നും നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. എൻ്റെ ബന്ധുവായ ഗോപിച്ചേട്ടൻ, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയുണ്ടായി, ഇവിടെയുള്ള ആളുകൾ ഈ പറമ്പിലൊന്നും പണിയിക്കുന്നില്ല.
അദ്ദേഹം പറഞ്ഞ് തെങ്ങ് കയറാനൊന്നും ആളെ കിട്ടുന്നില്ല, വലിയ നഷ്ടമാണ്, അതുകൊണ്ടൊന്നും പണിയിപ്പിക്കുന്നില്ല. ശരിയായിരിക്കും, അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ സ്വർഗമാക്കിയ ആളുകൾ, ഈ പറമ്പിനെ മണ്ണിനെ പൊന്നാക്കിയ ആളുകൾ, അവരാണ് ചരിത്രത്തിൽ ശാശ്വതമായി ഈ പ്രദേശത്തെ എന്നും പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ വള്ളിച്ചിറ കുമാരൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകളെ എനിക്ക് കാണുവാൻ സാധിച്ചു എൻ്റെ ബാല്യകാലത്ത്. ഇവിടെ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് അമ്മമാരുടെ സ്നേഹം കിട്ടിയ ആളുകളാണ് നമ്മളെല്ലാവരും. ഈ കിഴക്ക് വശത്ത് താമസിച്ച ആളുകൾ, ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് താമസിച്ച ആളുകൾ, ഇതിൻ്റെ വടക്കും തെക്കുമൊക്കെ താമസിക്കുന്ന ഒരുപാട് അമ്മമാരാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഒരു കാലഘട്ടത്തിൽ വളർത്തിയത്. തിരുവനന്തപുരത്താണ് ഞാനും പുഷ്കരൻ എന്ന് വിളിക്കപ്പെട്ട ചൈതന്യസ്വാമിയും ഒക്കെ താമസിക്കുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ ഏറ്റവും മധുരതരമായ ഓർമ്മകളിലൂടെ ചിന്തിക്കുന്നത് ഈ പ്രദേശത്തെ അമ്മമാരെക്കുറിച്ചാണ്. ഞാൻ ജനിച്ചത് 1974 ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ മലയാള മാസം 1-ാം തീയതിയും അതുപോലെ ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെ ഇവിടെ നമ്മുടെ പിറകിൽ ഇങ്ങനെ മൗനിയായി ശാദ്വലമായ ആ നിത്യതയിൽ വിശ്രമിക്കുന്ന ഈ പെണ്ണ് എന്ന അമ്മ എന്നെയും കൊണ്ട് ഇവിടുത്തെ അയൽവക്കങ്ങളിലുള്ള വീടുകളിലെല്ലാം രാവിലെ പോയി കയറും. എല്ലാവരും നേരത്തെ ഞങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യും. എന്നിട്ട് ഈ വീടുകളിലെല്ലാം 1-ാം തീയതി കയറുന്നത് എൻ്റെ ജോലിയായിരുന്നു. സാധാരണ അന്നും ഇന്നും വെളുപ്പിനെ എഴുന്നേൽക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ട്. രാവിലെയാണ് ഞാൻ എപ്പോഴും കൂടുതൽ ഉറങ്ങുന്നത്. പക്ഷെ എന്നെ വീട്ടിൽ വന്ന് കുത്തി ഇളക്കി വെള്ളം തളിച്ച് കൊണ്ടുപോയി കുളിപ്പിച്ച് ഈ പ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ കയറ്റുന്ന ഒരോർമ്മയാണ്. ആ അമ്മയുടെ കൈ പിടിച്ച് അവിടെ പോയ ഓർമ്മയാണ് എന്നെ എപ്പോഴും ഇവിടെ ഇങ്ങനെ തരളിതനാക്കി നിർത്തും. ഹരിമോനെ എന്നല്ലാതെ, എൻ്റെ പേര് ഹരി എന്നായിരുന്നു പൂർവാശ്രമത്തിൽ, നിങ്ങൾക്ക് പലർക്കും അറിയാം. ഹരിമോനെ എന്നല്ലാതെ എന്നെ ആ അമ്മ ഇതുവരെ വിളിച്ചിട്ടില്ല. വേറൊരു പേര് പുക്കപ്പ എന്നായിരുന്നു പുഷ്കരനെ വിളിച്ചിരുന്ന പേര്. പുക്കപ്പോ എന്ന് വിളിക്കുമ്പോൾ അതിലൊരമ്മയുടെ വികാരത്തിൻ്റെ എല്ലാ നിർവൃതികളുടെയും ആ സ്നേഹത്തിൻ്റെ മധുരം നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് വളരെ ബുദ്ധിമുട്ടിയ സമയം, മകനെ പഠിപ്പിക്കുവാനായി തൊണ്ടുതല്ലിയും ചകിരി പിരിച്ചും ഓലമിടഞ്ഞുമൊക്കെയാണ് ആ അമ്മ തന്നാലാവും വിധം അത് ചെയ്തു. അച്ഛന് കിട്ടുന്ന തുച്ഛമായ വരുമാനം 4 മക്കളെയും വളർത്തുവാൻ ഈ കുടുംബത്തിന് കഴിയുമായിരുന്നില്ല. ഈ വീട്ടിൽ മറ്റൊരംഗം കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് 9 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് പെണ്ണ് ജനിച്ചത്. പക്ഷെ അവരുടെ വീട്ടിൽ അവരുടെ ഒരു സഹോദരി വിവാഹം കഴിക്കാതെ ഉണ്ടായിരുന്നു, ജാനു. അവരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഈ വീട്ടുകാർ ആ കഷ്ടപ്പാടിനിടയിലാണ് ജാനുവിനെയും നോക്കിയത്. പുഷ്കരൻ പഠനമൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജീവിതം മുന്നോട്ട് നീക്കിയ കാലഘട്ടം. ഈ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെ ആക്റ്റീവായിരുന്ന വ്യക്തിയാണ് പുഷ്കരൻ. എനിക്ക് ഓർമ്മയുണ്ട്, KR ഗൗരിയമ്മ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് PE നാരായൺജി, അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് പുഷ്കരൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് KR ഗൗരിയമ്മയെ കടക്കരപ്പള്ളിയുടെ എല്ലാ പ്രദേശത്തും കൊണ്ടു നടന്നത്. KR ഗൗരിയമ്മ എൻ്റെ വീട്ടിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് എണ്ണുവാൻ കഴിയില്ല. ഈ വീട്ടിൽ അവർ കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ വലിയ പ്രവർത്തകനായി പുഷ്കരൻ മാറുകയായി. ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ പിയർലെസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വലിയ വളർച്ച. കൽക്കട്ട കേന്ദ്രമാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കാണുന്ന അത്യന്താധുനികമായ ഇൻഷുറൻസ് സങ്കല്പങ്ങൾക്ക് ഊടും പാവും നൽകിയ വലിയ പ്രസ്ഥാനം
ആ കാലഘട്ടത്തിൽ തീഷ്ണമായ യൗവനങ്ങൾ പലതും, തീപിടിച്ച യൗവനങ്ങൾ പലതും പിയർലെസ്സിലേക്ക് ആകർഷരാക്കിയത് ഒരുപക്ഷെ ജീവിക്കുവാൻ അവർ കണ്ടെത്തിയ വലിയ മാർഗമായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പിയർലെസ്സിനെ ഏറ്റവും മുൻപന്തി കൊണ്ടുവരുവാൻ വലിയൊരു ടീമായി പുഷ്കരന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. ഈ പടിഞ്ഞാറ് തൈക്കിലുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ കൊട്ടാരക്കരയിലും അതുപോലെ കൊല്ലത്തും കോഴിക്കോടും വയനാടും മലപ്പുറത്തും തൃശ്ശൂരും പാലക്കാടും ഇടുക്കിയിലുമൊക്കെ പിയർലെസ്സിന്റെ ശാഖകളും ഓഫീസുകളും ഒക്കെ തുടങ്ങി സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പോയ ഒരു കാലഘട്ടം. അതിന് നേതൃത്വം നൽകിയത് പുഷ്കരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും കർമ്മശേഷിയും സംഘടനാ പാഠവും. ഇന്നൊരാൾ എന്നെ കണ്ടപ്പോൾ ഈ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നു, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അധ്യക്ഷനായിരുന്നില്ല എങ്കിൽ ഇവിടുത്തെ ഒരു MLA-യോ ഒരു പ്രധാനപ്പെട്ട നേതാവായി പുഷ്കരൻ മാറിയെന്ന്. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ നടന്ന് കാണുന്ന ഒരാളാണ് ഞാൻ ജനിച്ച കാലം മുതൽ എൻ്റെ ഇന്നത്തെ ഈ ജീവിതത്തിൻ്റെ 52 വർഷങ്ങൾ ഞാൻ എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ ഇത്ര സ്വാധീനിച്ച അല്ലെങ്കിൽ എന്നെ ഇത്ര കൂടെ നടന്ന മറ്റൊരു വ്യക്തിയില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നതിലപ്പുറം, രക്തബന്ധത്തിൻ്റെ കെട്ടുപാടുകൾക്കപ്പുറത്ത് ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പാശങ്ങൾ കൊണ്ട് ഞങ്ങളെയൊക്കെ കൂട്ടിക്കെട്ടിയ ഒരു വ്യക്തി. അങ്ങനെയുള്ള അമ്മമാർക്ക് മാത്രമേ നല്ല മക്കൾക്ക് ജന്മം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഷാജി മോഹൻ അവറുകൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അങ്ങനെയുള്ള നല്ല മാതൃത്വങ്ങളാണ് ലോകത്തിൻ്റെ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചത്. ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ലോകമാദരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ തൊട്ടു മുമ്പായി സംസാരിച്ചത് ബഹുമാന്യനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ A.K. ആന്റണിയാണ്. അദ്ദേഹമാണ് ശരത്തിനെ വിളിച്ചിട്ട് ശരത്ത് സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും ആദരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഞാനും ചൈതന്യസ്വാമിയും ഒക്കെ ആദരിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ശാന്തിഗിരി ആശ്രമം എന്ന മഹാപ്രസ്ഥാനത്തെ ഒരു ബഹുസ്വരതയുടെ കേന്ദ്രത്തെ, മതാതീതമായ ആത്മീയതയുടെ മാനങ്ങൾ അമേയമായി ലോകത്തിന് പകർന്നു നൽകുന്ന ഈ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരാകുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളും ആ തലത്തിലേക്ക് ഉയർത്തപ്പെടും. ഇവിടെ ഈ റോഡിൻ്റെ അപ്പുറത്ത് വിശ്വാസ് എൻ്റർപ്രൈസസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. തൈക്കൽ സ്വദേശിയായ കനകമ്മ ചേച്ചി അവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിരുന്നു. അവരായിരുന്നു ശാന്തിഗിരി ആശ്രമത്തെക്കുറിച്ച് ഇവിടെ ആദ്യമായി ഞങ്ങളോട് പറഞ്ഞു. അന്ന് അതിൽ ആകൃഷ്ടരായ കുറേ ചെറുപ്പക്കാർ ശാന്തിഗിരി ആശ്രമത്തിൽ പോയി ഗുരുവിനെ കാണുകയും ഗുരുവിൻ്റെ ആശയത്തിൽ ആകൃഷ്ടരാകുകയും, നമ്മളെല്ലാവരും വലിയ അമ്പലവിശ്വാസികളായിരുന്നു. കൊട്ടാര അമ്പലം, കണ്ടമംഗലം ക്ഷേത്രമൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം. എന്നെ ചൈതന്യസ്വാമിയുടെ അമ്മ ഈ വീടുകളിലൊക്കെ ഊരുതണ്ടി ഓരോ വീടുകളിൽ നിന്ന് ഈ ഭിക്ഷയൊക്കെ സ്വീകരിച്ച് അർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുപോകുമായി എല്ലാ വർഷവും കൃത്യമായി. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രധാനമായ വിശ്വാസവും ആരാധന രീതി. ആ സമയത്താണ് ഗുരുവിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടരായി പുഷ്കരനും എൻ്റെ ബ്രദറും കുറേ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്ന് ഗുരുവിനെ കാണാൻ പോവുകയും ഗുരുവിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടരായി വിശ്വാസത്തിൽ അതിൻ്റെ ഭാഗമാകുകയും ചെയ്തു. 1988 ചൈതന്യസ്വാമിയുടെ പിതാവായ വള്ളിച്ചിറ കുമാരൻ അവറുകൾ, അദ്ദേഹം പ്രത്യേകമായ ഒരു അസുഖമുണ്ടായി ഇഹലോകവാസം വെടിഞ്ഞു. 86 എന്ന് പറയുന്നത് ഒരു 10-40 വർഷത്തിന് മുമ്പാണ്. ആ 40 വർഷത്തിന് മുമ്പ് പിതാവ് മരിച്ച ആ കുടുംബം ഈ 4 പേരെയും കൂടി നോക്കുവാൻ വേണ്ടി അമ്മ വലിയ കഷ്ടപ്പാടിൻ്റെ പെടാപ്പാടുപെടുകയുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം മൂലം സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വരുന്നത് ഈ ചൈതന്യസ്വാമിക്ക് പിയർലെസ്സിലും
അതുപോലെയുള്ള സമയങ്ങൾ കിട്ടിയിരുന്ന വരുമാനം കൊണ്ടാണ്. പിന്നീട് പലപ്പോഴും ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 1993 ഈ പ്രദേശത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഈ റോഡിലിറങ്ങി ഈ പറമ്പിലൂടെ നടന്ന് ഇവിടെ ആ ഭൗതികദേഹം കിടത്തിയിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് അന്ന് ഇതുപോലെയുള്ള സാധന സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല അലങ്കരിക്കാൻ. ഒരു മുണ്ട് 4 മടക്കി 4 അതിരുകൾ വെച്ച് അതിൻ്റെ ഇടയിൽ ഗുരു ഇരുന്നു. അന്ന് ഗുരു ഈ പ്രദേശത്തുള്ള ആളുകളോട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് മടത്തിൽ ചിറയിൽ എന്ന് പറയുന്ന ഈ വീട്, പഴയ വീട് അപ്പുറത്താണ്. ഞങ്ങളൊക്കെ എപ്പോഴും കിടന്നുറങ്ങിയിട്ടുള്ളത് ആ വീട്ടിലാണ്. ആ വീട് മാറ്റി പുതിയ ഒരു വീട് ഇവിടെ വെച്ചു. ഈ വീടിന് ഗുരു പത്മാലയം എന്ന പേരിട്ടു. അർത്ഥവത്തായ ഒരു പേര്. അത് കഴിഞ്ഞതിന് ശേഷം ഗുരു നടന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ശാന്തസദനം എന്നായിരുന്നു എൻ്റെ വീടിൻ്റെ പേര്. ഗുരു അവിടെ വന്നു. ആ വീടിന് ഗുരുകൃപ എന്ന പേരിട്ടു. ഈ 2 വാക്കുകളുമാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവ വികാസങ്ങൾക്ക് കാരണമായി തീർന്നു. ഏതാണ്ടൊരു 2-3 വർഷം പൊന്നാമ്പള്ളിയിൽ പുഷ്കരനൊരു വൈദ്യശാല തുടങ്ങി. ശാന്തിഗിരിയുടെ ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന ഇടം. ഞാനും അവിടെ ഇടയ്ക്ക് പോകും. ഞാനും ആ കടയിലിരിക്കും. പൊന്നാമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാം, ആ പ്രദേശത്തെ ആളുകൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആയുർവേദ മരുന്ന് കടയായി അവിടെ ഉയർന്നു. ഒരു ദിവസം ഗുരു നേരിട്ട് വന്ന് അവിടെ വന്ന് തിരികൊളുത്തി ആ കടയ്ക്ക്. ആ വിളക്ക് ഇന്നുവരെ ഞങ്ങളുടെ ഹൃദയത്തിൽ അണഞ്ഞിട്ടില്ല. ആ വിളക്കിൻ്റെ ആ സ്പാർക്കാണ് ഇന്നും ലോകത്തിന് മുമ്പിൽ ശാന്തിഗിരിയെക്കുറിച്ച്, ഗുരുവിനെക്കുറിച്ച് പറയുവാൻ നമ്മളെയൊക്കെ പ്രാപ്തനാക്കുന്നത്. ഗുരു പോയതിന് ശേഷം പിന്നീട് ഈ പ്രദേശത്ത് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മളൊക്കെ പ്രചോദിതരായി. എനിക്ക് ഓർമ്മയുള്ളത്, പല ദിവസവും കടയടച്ച് വരുമ്പോൾ ഈ അമ്മ നമ്മളെ കാത്തിരിക്കും. ഏതാണ്ട് 8:30 മണി 9 മണി. അപ്പോൾ സ്വാമിക്കൊരു SD ബൈക്കുണ്ട്. ഒറ്റപ്പുന്നയിൽ നിന്ന് ഇവിടെ വരുന്ന സ്വാമി ഒരു വശത്ത് ചരിഞ്ഞിരുന്നാണ് ഓടിക്കുന്നത്. സ്വാമിയുടെ സ്പീഡ് കണ്ട് സ്വാമിയുടെ വയറിൽ ഇങ്ങനെ വട്ടം പിടിച്ചാണ് ഞാൻ പലപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആ പൊന്നാമ്പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ എപ്പോഴും ഒരു ചിന്തയുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഉറോട്ടി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ മധുരമൊക്കെ വെച്ച് ഇങ്ങനെ വട്ടത്തിലുണ്ടാക്കുന്ന സാധനം. ലോകത്തിൽ ഇന്നും ഞാൻ കഴിഞ്ഞ മാസം ജക്കാർത്തയിലായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. അവിടെ താമസിക്കുമ്പോഴും ഈ പറയുന്ന പോലെ അവിടെ നിന്നൊക്കെ ആഹാരം കഴിക്കുമ്പോഴും നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുന്നുമൊക്കെ കിട്ടിയ ആഹാരത്തിൻ്റെ ആ സ്വാദ് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ ഒറോട്ടിയുടെ സ്വാദ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ആ ഒറോട്ടി എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ ഒരു പ്രസ്ഥാനത്തിന് ഒരു മകനെ സമ്മാനമായി നൽകിയ അമ്മ. ഗുരു ഒരു ദിവസം ഇദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് വിളിച്ചു. അന്ന് ഈ കുടുംബത്തിൽ 2 അമ്മമാരും മുരളിയും ശോഭയെ വിവാഹം കഴിച്ചത് നേരെ പാട്ടത്തിമടത്തിൽ അമ്പലത്തിൻ്റെ അടുത്താണ്. മോഹൻ, അദ്ദേഹം ഒരു തയ്യൽ കട നടത്തിയിരുന്നു. ഈ 2 അമ്മമാരും ഇരിക്കുന്ന സമയത്താണ് ഈ പൊന്നാമ്പള്ളിയിൽ മരുന്ന് കട നടത്തുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് അച്ഛൻ FSCTയിലായിരുന്നു, ഏലൂരിലൊരു കടയുണ്ട്. ഈ കട വിജയിപ്പിച്ചപ്പോൾ പുഷ്കരൻ ഞങ്ങളുടെ ഈ ഏലൂരിലെ കടയിൽ വീണ്ടും ഒരു ആയുർവേദ കട കൂടി തുടങ്ങി. അങ്ങനെ 2 ബ്രാഞ്ചുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരു ഒരു ദിവസം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നു. അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി. ഞാനന്ന് പൊന്നാമ്പള്ളി കടയിൽ അദ്ദേഹം പോയതിന് പകരത്തിലിരിക്കുകയാണ്. 1 ആഴ്ചയായി 2 ആഴ്ചയായൊന്നും ഇദ്ദേഹത്തെ കാണുന്നില്ല. എനിക്കിവിടെ വരുമ്പോൾ ഈ അമ്മമാരോട് എന്ത് പറയണമെന്നറിയാൻ പാടുള്ളത് കുഴങ്ങുന്നു. അപ്പോൾ മകൻ ആശ്രമത്തിൽ പോയി എന്നുള്ള വിഷമത്തിലാണ് അമ്മ. ഞാനൊരു ഞായറാഴ്ച കടയടച്ചിട്ട് നേരെ തിരുവനന്തപുരത്ത് ചെന്നു. ഗുരുവിൻ്റെ മുറി. ആളുകളെല്ലാവരും ഗുരുവിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊച്ചു പയ്യനാണ്. ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗുരുവേ, പുഷ്കരൻ ആശ്രമത്തിലേക്ക് പോന്നു. ആ വീട്ടിൽ വേറെ ആരുമില്ല. അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് പറഞ്ഞ് തിരിച്ചുവിടണം.
അപ്പം ഗുരു എന്നോട് പറഞ്ഞു, എടാ, അവൻ ആശ്രമത്തിലേക്ക് വന്നാൽ അവൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളും. വലിയൊരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവനെ ഞാനിവിടെ പിടിച്ചു നിർത്തുന്നത്. നീ പോയി ആ വീട്ടുകാരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം, അമ്മമാർ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്ക് മനസ്സിനൊരു ധൈര്യം കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഇവിടെ വരികയും, ഇത് എനിക്ക് തോന്നുന്നു 1995 കാലഘട്ടമാണ്. പിന്നീട് ഞാൻ ആശ്രമത്തിൽ പോകുന്ന 1997 കാലഘട്ടം വരെ ഈ 2 വർഷം പുഷ്കരനായി ഒരു മകനായി പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ ഞാനാണ് ഇവിടെ. അതുപോലെയാണ് ആ അമ്മമാരോടും ഈ കുടുംബത്തോടും ഈ വീട്ടിലെ ഒരാളായി വലിയൊരു ഉത്തരവാദിത്വം ഞാൻ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ അതിവൈകാരികമായ ബന്ധം കൊണ്ട് ഇഴചേർക്കുന്ന ജീവിതത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ യാത്രയിൽ അന്നൊരു പക്ഷേ ഞാനിവിടെ വരുന്ന ഇവരോട് ഇപ്പം സാധാരണ കാര്യത്തിന് വേണ്ടി പോകുന്നതല്ല. മകൻ സന്യാസത്തിന് പോകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശ്രമത്തിനൊക്കെ പോവുക എന്ന് പറയുന്നത് പടിയടച്ച് പിണ്ണം വെക്കുന്നത് പോലെയാണ്. ഒരു പരുവത്തിൽ ഞാനിവരെ വന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അത് വെറും വാക്കുകളായിരുന്നില്ല, എൻ്റെ പ്രവൃത്തി കൂടിയായിരുന്നു പിറ്റേ ദിവസം മുതൽ. പക്ഷേ 1997 പൊടുന്നനവേ ഞാനും ആശ്രമത്തിലേക്ക് പോയി. ഞാനും ആശ്രമത്തിൻ്റെ ഭാഗമായി. അങ്ങനെ വന്നപ്പോൾ പിന്നീട് എനിക്കൊരു മറുപടിയും പറയാൻ കഴിയാത്ത നിലയിലായി മാറി. എങ്കിൽ തന്നെയും ഗുരുവിനോടുള്ള നമ്മുടെയൊക്കെ വിശ്വാസം പോലെ നിങ്ങൾക്കൊരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഹിന്ദുക്കളായ ആളുകൾ സന്യാസത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ അവരെ പടിയടച്ച് പിണ്ണം വെക്കുമെന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ പിണ്ണം വെക്കുന്നത് പോലെ, ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെക്കുന്നത് പോലെ അവർക്ക് പിന്നെ വീടുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ശാന്തിഗിരിയിലെ സന്യാസം എന്ന് പറയുന്നത് വീടിനെ മുറിക്കുന്ന ഒരു കർമ്മമല്ല, വീടിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു കർമ്മം കൂടിയാണ്. ഗുരു ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ കുടുംബത്തെ ദൈവത്തോട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു തൻ്റെ യൗവനത്തിൻ്റെ പുഷ്കലമായ തീപിടിക്കുന്ന കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിന്താഗതിയുടെ ധാരയായി ഒരു പൊതുപ്രവർത്തകനായി മാറേണ്ടിരുന്ന ഒരു വ്യക്തി ഒരു ആത്മീയ ആശയത്തിലേക്ക് മാറി, അതിൽ പരിണാമം പ്രാപിച്ച്, അതിൽ വികസിച്ച്, ഈ രാജ്യത്തിൻ്റെ തന്നെ മതേതര ആത്മീയതയുടെ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമനായി മാറിയതിന് പിന്നിൽ ആ അമ്മയുടെ സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. വിയോഗമെന്ന് പറയുന്നത്, മരണമെന്നൊക്കെ പറയുന്നത് വലിയ ദുഃഖമാണ്. പക്ഷേ ആ ദുഃഖം ഇവിടെ മറ്റൊരു തലത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പരമ്പരയ്ക്ക് മുതൽക്കൂട്ടാകാവുന്ന ആയിരിക്കുന്ന ഒരു മകനെ സന്യാസി സഭയ്ക്ക് സമ്മാനിച്ച ഒരമ്മയെന്നുള്ള നിലയിൽ, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഗുരുവിൽ അർപ്പിച്ച് ജീവിക്കുവാൻ പ്രചോദനം നൽകിയ ഒരമ്മയെന്നുള്ള നിലയിൽ, അതിനേക്കാൾ ഉപരിയായി ഏറ്റവും സ്നേഹത്തോടെ നമ്മളെ മക്കളെപ്പോലെ എടുത്തു വളർത്തിയ ഒരമ്മയെന്നുള്ള നിലയിൽ അവരുടെ ഓർമ്മകൾ എന്നും അനശ്വരമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ആത്മീയത ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയോക്തിയായാലോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ, ഇന്നലെ ഞാനിവിടെ രാത്രിയിൽ ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവച്ച സമയത്ത് ഇപ്പുറത്തെ വീട്ടിലെ ആ കുമാരി ചേച്ചിയുടെ മകൾ, അവൾ ഒരു 10-20-21 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവൾ ഇവിടെ വന്നു നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഈ തലമുറയിലുള്ള ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അമ്മയോടുള്ള ആ സ്നേഹത്തെക്കുറിച്ച് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ പ്രദേശത്തെ എല്ലാ ആളുകളെയും ഒരുപോലെ സമഭാവനയോടുകൂടി സ്നേഹിച്ച, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ പഠിപ്പിക്കുന്നതാണ് സന്യാസം ജീവിതം. അങ്ങനെ എല്ലാവരെയും നമുക്ക് സമഭാവനയോടുകൂടി കാണുവാൻ കഴിയുന്ന പ്രചോദനങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്ന അമ്മമാരുടെ വാക്കുകളും പ്രവൃത്തിയും അവരുടെ സ്നേഹവും, അതാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിന് പങ്കെടുത്തിരിക്കുന്ന എല്ലാവരോടുമുള്ള ഗുരുധർമ്മ പ്രകാശ സഭയുടെ സ്നേഹാദരങ്ങൾ
ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും ആ അമ്മയ്ക്ക് വേണ്ടി, ആ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. അതീവ സത്യപ്രകാശായ നമഃ.